നടി ആക്രമിച്ച കേസിലെ ശിക്ഷാവിധിക്ക് പിന്നാലെ ആദ്യ പ്രതികരണവുമായി അതിജീവിത. നീതി നിഷേധിക്കപ്പെട്ടെന്നും നിയമത്തിന് മുന്നിൽ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന തിരിച്ചറിവുണ്ടായെന്നുമാണ് അതിജീവിത സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. വിചാരണ കോടതിയെ അവിശ്വസിക്കാൻ 6 കാരണങ്ങളും നടി അക്കമിട്ട് എഴുതുന്നുണ്ട്. അതേസമയം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കൂടി ശിക്ഷിച്ചാലേ അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി ലഭിക്കൂവെന്ന് മഞ്ജു വാര്യരും പ്രതികരിച്ചു. വിധിന്യായം പുറത്തുവന്ന രണ്ടാമത്തെ ദിവസമാണ് ആക്രമിക്കപ്പെട്ട നടി തന്റെ ആദ്യ പ്രതികരണവുമായി സമൂഹ മാധ്യമത്തിൽ രംഗത്ത് വരുന്നത്. ഇതിനെ 3 ഭാഗങ്ങളായി നമുക്ക് കാണേണ്ടി വരും. 1, വിധിയോടുള്ള ആദ്യ പ്രതികരണം. 2, വിമർശനങ്ങൾക്കുള്ള മറുപടി. 3, എന്തുകൊണ്ട് താൻ ഈ കോടതിയെ അവിശ്വസിച്ചിരുന്നു എന്ന കാരണങ്ങൾ. ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ. ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനമെന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയാണെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. പിന്നീടുള്ളത് പൾസർ സുനിയുമായി ബന്ധപ്പെടുത്തി നടിക്കെതിരെ നടന്നിട്ടുള്ള പ്രചാരണങ്ങളിലുള്ള മറുപടിയാണ്. 2016 ഒരു സിനിമാ ലൊക്കേഷനിൽ 1-2 തവണ കണ്ടിട്ടുണ്ട് എന്നതൊഴിച്ചാൽ തനിക്ക് പൾസർ സുനി എന്ന കേസിലെ 1-ാം പ്രതിയുമായി ഒരു ബന്ധവുമില്ല. അയാൾ തൻ്റെ പേഴ്സണൽ ഡ്രൈവറോ ജീവനക്കാരനോ ആയിരുന്നില്ല എന്ന് ആക്രമിക്കപ്പെട്ട നടി വിശദീകരിക്കുന്നു. അടുത്ത പേജിലേക്ക് വന്നാൽ ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാമെന്ന് അതിജീവിത പറയുന്നു. എന്നാൽ എനിക്കിതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്ത രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നുവെന്നത് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു: നിയമത്തിൻ്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. അതുപോലെ തന്നെ ആക്ഷേപകരമായ കമൻറ്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തന്നെ തുടരുക. അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നതെന്നുകൂടി ഈ സമൂഹ മാധ്യമ പോസ്റ്റിൽ അതിജീവിത കുറിച്ചു വച്ചിട്ടുണ്ട്. അതിജീവിതയ്ക്ക് പിന്നാലെ മഞ്ജു വാര്യരും പ്രതികരണവുമായി രംഗത്ത് വന്നു. ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നതായിരുന്നു മഞ്ജു വാര്യരുടെ പ്രതികരണം. കേസിൽ കൃത്യം നടത്തിയ 6 പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട്. ഇത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്നും മഞ്ജു വാര്യർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിജീവിതയ്ക്ക് നീതി പൂർണ്ണമാകുകയുള്ളൂ. അതായത് ഈ കേസിന് പിന്നിലെ ഗൂഢാലോചനാവാദത്തിൽ മഞ്ജു വാര്യർ ഉറച്ചു നിൽക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.